വർക്കലയിലെ ട്രെയിൻ ആക്രമണത്തിൽ പ്രതിയെ കീഴ്പ്പെടുത്തിയയാളുടെ ചിത്രം പുറത്തുവിട്ട റെയിൽവേ പോലീസ്. ട്രെയിനിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇയാളുടെ ചിത്രം കണ്ടെത്തിയത്. ഇയാളെ കണ്ടെത്തിയാൽ ആദരിക്കാനും പാരിതോഷികം നൽകാനുമാണ് ആലോചന. ഹരിമോഹൻ നമുക്കൊപ്പം. ഹരിമോഹൻ, അവസരോചിതമായ ഇടപെടലാണ് സഹയാത്രികനിൽ നിന്ന് ഉണ്ടായത്. അയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? സുജയ, ഇതുവരെ വിവരങ്ങളൊന്നും ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് റെയിൽവേ പോലീസ് ഇപ്പോൾ ഈ ചിത്രം പുറത്തുവിട്ടത്. അതായത് അതിസാഹസികമായി പ്രതിയെ കീഴ്പ്പെടുത്തിയ ആളാണ്. ആളുടെ ദൃശ്യങ്ങൾ CCTV, അതായത് ജനറൽ കമ്പാർട്ട്മെന്റിലുള്ള ഈ സംഭവം നടന്ന കമ്പാർട്ട്മെന്റിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇപ്പോൾ ഇയാളുടെ ചിത്രം എടുത്തിട്ടുള്ളത്. ആ ചിത്രപ്രകാരം അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ പ്രകാരം പ്രതിയെ കീഴ്പ്പെടുത്തിയത്. അതുപോലെ തന്നെ ഈ ശ്രീകുട്ടിയുടെ സുഹൃത്തായ അർച്ചനയെ താഴേക്ക് പോകുന്നതിൽ നിന്ന് അല്ലെങ്കിൽ ട്രെയിനിന് പുറത്തേക്ക് ഈ പ്രതി ഈ അർച്ചനയെയും തള്ളിയിടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അർച്ചനയെ രക്ഷിച്ചതും ഇതേ ആൾ തന്നെയാണ് എന്നുള്ളത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് റെയിൽവേ പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇയാളുടെ ചിത്രം പുറത്തുവിട്ടിരിക്കുന്നത്. ആ ചിത്രത്തിൽ കാണുന്ന ആളെ പരിചയമുള്ള ആളുകളോ അല്ലെങ്കിൽ ഇയാൾ തന്നെയോ റെയിൽവേ പോലീസുമായി ബന്ധപ്പെടണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇയാളെ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന്, ഇയാളുടെ മൊഴി അത് വളരെ നിർണായകമായിരിക്കും അന്വേഷണത്തിൽ. കാരണം ഇതുവരെ തെളിവുകൾ, അതായത് CCTV ദൃശ്യങ്ങളിൽ നിന്നുള്ള തെളിവുകൾ, ഒപ്പം തന്നെ സാഹചര്യ തെളിവുകളെല്ലാം തന്നെ പ്രതി സുരേഷ് കുമാറിനെതിരാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ പ്രതിയെ കീഴ്പ്പെടുത്തിയ ആളെന്നുള്ള നിലയ്ക്ക് ഇയാളുടെ കൂടി മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് ഈ കേസിനെ സംബന്ധിച്ച് നിർണായകമായിരിക്കും. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇയാളെ വിളിച്ച് നേരിട്ട് ആദരിക്കാനും ഒരു പാരിതോഷികം നൽകാനും വേണ്ടി റെയിൽവേ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇയാളെ നിലവിൽ ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ആരും തന്നെ ഇത്തരത്തിൽ റെയിൽവേ പോലീസിനെ സമീപിച്ചിട്ടുമില്ല. പക്ഷേ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഈ അതിസാഹസികമായിട്ടാണ് പ്രതിയെ കീഴ്പ്പെടുത്തുകയും ഒപ്പം തന്നെ അർച്ചനയെ രക്ഷിക്കുകയും ചെയ്യുന്നത്. കാരണം അർച്ചന ഈ ശ്രീകുട്ടിയെ ആദ്യം തള്ളിയിട്ടതിന് പുറമെ അർച്ചനയെയും തള്ളിയിടാൻ വേണ്ടി ഈ പ്രതി ശ്രമിക്കുകയായിരുന്നു. അർച്ചന ആ സമയത്ത് വാതിലിലും ഈ പ്രതിയുടെ കാലിലും ഒക്കെ തന്നെ പിടിച്ചു കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ആ ട്രെയിനിലെ അതേ കമ്പാർട്ട്മെന്റിലെ യാത്രക്കാരനായ ഇയാൾ അങ്ങോട്ടേക്ക് ഓടിയെത്തുകയും അർച്ചനയെ അവിടെ നിന്ന് രക്ഷിക്കുകയും തുടർന്ന് പ്രതിയെ കീഴ്പ്പെടുത്തുകയും ചെയ്തത് എന്നുള്ളതാണ്. അതിനുശേഷമാണ് മറ്റ് യാത്രക്കാർ അവിടെ ഓടിക്കൂടുന്നത്. അതുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഇയാൾ. ഒരുപക്ഷെ ഒരു വലിയ ദുരന്തത്തിലേക്ക്, ഇതിനേക്കാൾ വലിയൊരു ദുരന്തത്തിലേക്ക് അത് പോകാതിരിക്കാൻ കാരണം കൂടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയ ആൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണിക്കുന്ന വ്യക്തി എന്നുള്ളതാണ്. എന്തായാലും ഇദ്ദേഹത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന ആളുകൾ, ഇദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾ, അല്ലെങ്കിൽ അദ്ദേഹം തന്നെയോ റെയിൽവേ പോലീസിൽ ബന്ധപ്പെടുക എന്നുള്ളതാണ് റെയിൽവേ പോലീസ് തന്നെ പറയുന്നത്. എന്തായാലും അയാളുടെ മൊഴി രേഖപ്പെടുത്തി കൂടുതൽ ആദരിക്കുന്നതടക്കം പാരിതോഷികം നൽകുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയാണ് റെയിൽവേ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടെ ഈ പ്രതി, അതായത് സുരേഷ് കുമാർ, ഇപ്പോൾ നിലവിൽ റിമാൻഡിലാണ്. ഇയാളുടെ തിരിച്ചറിയൽ പരേഡ് നടത്താൻ കൂടി പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ആ തിരിച്ചറിയൽ പരേഡിലും ഇപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ച ആളെ കൂടി പങ്കെടുപ്പിക്കാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെയാണ് ആലോചിക്കുന്നത്. നിലവിൽ ശ്രീകുട്ടിയുടെ സുഹൃത്ത് അർച്ചന, ഒപ്പം തന്നെ ആ ട്രെയിനിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ, അതുപോലെ ഇയാളുടെ അതേ സുഹൃത്ത്, അതായത് പ്രതിയുടെ സുഹൃത്തായിട്ടുള്ള ഒരാൾ, ഇവരെല്ലാം തന്നെ തിരിച്ചറിയൽ പരേഡിലേക്ക് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ റിമാൻഡിലുള്ള പ്രതിയെ തിരിച്ചറിയൽ പരേഡിന് ശേഷം കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് റെയിൽവേ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇയാൾക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ട്. അത് CCTV ദൃശ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ അയാളെ കണ്ടെത്തി ആദരിക്കാനാണ് തീരുമാനം. പാരിതോഷികം നൽകാനുള്ള ആലോചനയുമുണ്ട്.